മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ട പാതയിൽ സംഘടിക്കാം കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിൻ അനൗൺസ്മെന്റ് ഡേയും പ്രവർത്തക സമിതി യോഗവും മൂന്നുപീടിക ലീഗ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെ 2 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വാർഡ് കൺവെൻഷനുകൾ, ശാഖാ സമാഗമം, മൊബിലൈസേഷൻ ക്യാമ്പ്, യൂത്ത് അസംബ്ലി, സ്റ്റുഡൻസ് മൂവ്മെന്റ്, ലേബർ മീറ്റ്, പ്രവാസി സംഗമം, കർഷക സഭ, ദളിത് ലീഗ് കൂട്ടായ്മ, വനിതാ വിംഗ് ഗ്യാതറിംഗ്, പഞ്ചായത്ത് സമ്മിറ്റ്, ക്യാമ്പയിൻ സമാപനം എന്നിവ നടക്കും. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ദീഖ് ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ടി മുജീബുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ കെ കെ സക്കരിയ, നിയോജക മണ്ഡലം ഭാരവാഹികളായ ടി കെ ഉബൈദു, പുത്തംകുളം സെയ്ദു ഹാജി, പി എം സൈനുദ്ദീൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ, ടി കെ അലി തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ കാലഘട്ടം 2025-26 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഒരു മെമ്പറെ കൂടുതലായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന പഞ്ചായത്താണ് കയ്പമംഗലം. അതോടൊപ്പം മറ്റൊരു കാര്യം ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച 101 വീടിൽ